അതെ നമസ്കാരം. ആരാ? ഞാനൊരു പരാതി പറയാൻ വന്നതാണ്. സാറേ, ഇവിടെ 5ാം ക്ലാസ് ബിയിലേ എന്റെ മോൻ പഠിക്കണ്ട് സുഖില്. സാറേ, അവന് കണക്കൊരു ചുക്കും അറിയാൻ പാടില്ല. സുഖിലിന് മാത്രല്ല, ഇവിടെ UP ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടികൾക്കും കണക്കൊന്നും വലിയ നിശ്ചല്ല എന്ന് പറഞ്ഞാൽ കണക്ക് കേൾക്കുമ്പോ എന്നെ അവറ്റേക്ക് ഭ്രാന്താണ്. കണക്ക് മാഷുമാരെയും കണ്ടുകൂടാ അവറ്റകൾ. എങ്ങനെ ഇഷ്ടപ്പെടാനാ സാറേ? എന്റെ മോൻ പഠിക്കണ ക്ലാസ്സിൽ പഠിപ്പിക്കണ മാഷില്ലേ, സത്യശീലൻ മാഷ്, അയാള് ക്ലാസ്സിൽ കയറിയിട്ട് 2 ആഴ്ചയോളമായി. എടോ, അദ്ദേഹം ആർപ്പിയാണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലാട്ടാ. അല്ല, ഏതാശുപത്രിയിലാണ്? എടോ, RP എന്ന് പറഞ്ഞ റിസോഴ്സ് പേഴ്സൺ. അദ്ദേഹം പഠിപ്പിക്കുന്ന കണക്ക് കുറച്ചും കൂടി ഗഹനമായിട്ട് പഠിച്ച് മറ്റുള്ള അധ്യാപകർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കോച്ചിങ് ക്ലാസ്സിന് പോയിരിക്കാണ്. അത് ശരി. അദ്ദേഹം ഇപ്പോഴും കണക്ക് പഠിച്ചിട്ടില്ല. ചുമ്മാതല്ല, കണക്കെന്ന് കേൾക്കുമ്പോ ചെക്കന്റെ കണ്ണ് തള്ളി പുറത്തോട്ട് പോരണത്. എന്നാ നാളെ മുതൽ തന്റെ മോന്റെ കണ്ണ് പുറത്തേക്ക് തള്ളില്ല. എന്താണ്? നാളെ തൊട്ട് കണക്ക് മാഷില്ലേ? മോന് ഇവിടുന്ന് ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വായിച്ചില്ലേ? ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നാണ് മാഷെ. അപ്പൊ കത്ത് ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണ് തന്റെ മകന് കണക്ക് മനസ്സിലാവാത്തത്? നല്ലോണം പഠിപ്പിക്കാണ്ടായിരിക്കും. എടോ, അതല്ല, തന്റെ മകൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് കണക്ക് പഠിക്കുമ്പോ അതെന്താണ് തെറ്റണത്? ഗുണിക്കുമ്പോ കൂട്ടുകയും കൂട്ടുമ്പോ ഗുണിക്കുകയും ചെയ്യുന്നുണ്ടോ? കണക്ക് വായിച്ചു പഠിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നിങ്ങളെ പോലുള്ള മാതാപിതാക്കളെ പറഞ്ഞു പഠിപ്പിക്കലാണ് നാളത്തെ ഇവിടുത്തെ പരിപാടി. ഇത് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ അത് ശരിയാവില്ല സാറേ. കണക്ക് മാഷിനെ പേടിച്ചിട്ട് 8ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയവനാണ് ഞാൻ. ഇനി ഈ പ്രായത്തിൽ സാറിന്റെ അടുത്ത് വന്ന് കണക്ക് പഠിക്കാനും നിങ്ങളുടെ തല്ലുകൊള്ളാനും എന്നെ കിട്ടൂല, ശരിയാവൂല സാറേ. അത് ഭയം കൂടാണ്ട് കണക്ക് പഠിക്കാനും ചിരിച്ചുകൊണ്ട് കണക്ക് പഠിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇവിടെ പഠിപ്പിക്കണത് നിങ്ങളെ. അതോടുകൂടെ കുട്ടികൾക്ക് 100 കിട്ടും. ഇല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കും. ഇനിയിവിടെ വായം പൊളിച്ച് വെക്കണ്ട, പോയിട്ട് നാളെ നേരം വെളുക്കുമ്പോ 10 മണിക്ക് ഇങ്ങോട്ട് വായു ഇതിൽ അറ്റൻഡ് ചെയ്യും. അപ്പൊ മനസ്സിലാവും ഈ ഒരു ഗണിതത്തിന്റെ ആ ഒരു സക്കതി. എന്ത് സക്കതി? ഇവിടുത്തെ മാസന്മാർക്ക് തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല കണക്കെന്താ. മാഷേ, സത്യശീലൻ മാഷേ, നിങ്ങൾ ഇങ്ങനെ തെക്കും വടക്കും നടന്നാലും എങ്ങനെയാണ്? എന്റെ ടെൻഷൻ മാഷിന് മനസ്സിലാവൂ. ഞാനാണ് RP. നിങ്ങൾ RP അല്ല, RIP ആയാലും രസകർത്താക്കൾ ഇങ്ങോട്ട് വരണ്ടേ? മാഷെ, നമ്മൾ കുട്ടികളുടെ കയ്യിൽ കത്ത് കൊടുത്തു വിട്ടു. കണ്ട ആളുകളോടൊക്കെ വഴിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു രക്ഷാകർത്താവിനെ പോലെ കാണാനുണ്ടോ നോക്ക്. നിങ്ങൾ ഇവിടെ വരുന്ന രക്ഷാകർത്താക്കൾക്ക് ഈ ബോർഡുമ്പോ കണക്ക് എഴുതി പഠിപ്പിക്കുന്ന അങ്ങാനും വല്ലതും പറഞ്ഞിരുന്നോ കുട്ടികളോട്? ഞാൻ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം? അത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ, അവരുടെ ഗണിത ഭാവിക്ക് വേണ്ടിയല്ലേ അങ്ങനെ പറഞ്ഞാൽ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ മീസൊന്ന് വെട്ടുവൊതുക്ക്. ഇത് കാണുമ്പോ തന്നെ അറേണ കണക്ക് കൂടി മറന്നു പോകും ആൾക്കാർ. ഞാൻ പീശ മുറുക്കി കഴിഞ്ഞിട്ടാ ആളുകൾ വരാത്തത്, മാഷ് പറയുന്നത് കേട്ടാത്തത്. ഇനിയിപ്പോ നമ്മുടെ കഷ്ടകാലത്തിന് ആരെങ്കിലും ഇൻസ്പെക്ഷൻ വന്നു എന്ന് വിചാരിക്കും, അവരോട് മാഷ് എന്ത് പറയും? ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും രക്ഷാകർത്താക്കളില്ല. ഇതൊക്കെ എത്തിങ്കാനെന്ന് TC വാങ്ങി വന്നിട്ടുള്ള കുട്ടികളാന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ AEO TC പരിശോധിച്ചാൽ അതിപ്പോ നമ്മളെ പോലുള്ള ആൾക്കാർ മൂത്തന്നല്ലേ ഈ AEO ഒക്കെ ആവണേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാഷെ? 500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു പരിപാടി വെച്ചിട്ട് ഒരൊറ്റ രക്ഷാകർത്താവിനെ ഇങ്ങോട്ട് കാണാനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മോശം കണക്ക് മാഷിക്കല്ല, ഹെഡ് മാഷിക്കാണ്. ഇതിപ്പോ ഇവിടെ 1-2 മരണം ഉണ്ടായി, പിന്നെ ഭയങ്കര മഴയായിരുന്നു എന്നൊക്കെ അങ്ങോട്ട് എഴുതി വെക്കണം. ഇല്ലാണ്ട് എന്താണ്? ആരാ മരിച്ചത്? ഒരു പഞ്ചായത്തിൽ ആരെങ്കിലൊക്കെ മരിക്കാണ്ടിരിക്കോ സത്യശീല മാസേ? മരിക്കായിരിക്കും. അപ്പോ മഴയൊക്കെ എപ്പോ വേണമെങ്കിലും പോയതൂടെ? പക്ഷേ പെയ്തില്ലെങ്കിലോ? നിങ്ങൾ ആ പനി എന്താ വെച്ചാ നോക്കിയേ, അതോ അപ്പൊ നടക്കും. അതാ ഒരാള് വരുന്നുണ്ട് മാഷേ, കണ്ടോ? വരൂ. ഏത് കുട്ടിയുടെ? സുനിക്കുട്ടൻ. സുനിക്കുട്ടന്റെ അച്ഛൻ കയറി കുത്തിരിക്ക്. സുനിക്കുട്ടന്റെ അച്ഛനൊന്നും അല്ല, എന്റെ അയലത്തെ വീട്ടിലെ ചെറുക്കനാണ് സുനിക്കുട്ടൻ. അവന്റെ അമ്മ പ്രസവിച്ച് കിടക്കണം അവിടെ, തന്ത സ്ഥലത്തില്ല. ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ. അതല്ല, ഇവിടുത്തെ നിങ്ങളെയൊക്കെ വന്ന് കാണുമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. എന്താ കാര്യം? അതായത് ഇവിടെ 3 ആഴ്ചയായിട്ട്
നിങ്ങള് കുട്ടികൾക്ക് ഉച്ചയൂണിന് സാമ്പാർ കൊടുക്കുന്നില്ല. ആ കാര്യം പറയാനാണ്. അതിപ്പോ ഇനിയിപ്പോ നമ്മളതിന്റെ കഞ്ഞിമാസം ഉണ്ട് ഇവിടെ. അപ്പൊ ആ കഞ്ഞിമാസം വരുമ്പോ ഓൾറെഡി നമുക്ക് സംസാരിച്ച് ശരിയാക്കാം കാര്യങ്ങൾ. ഓ, ഈ കഞ്ഞിമാഷ് എപ്പോഴും വരും? 10 മണിക്കാണ് സാധാരണ വരവ്. ഇപ്പൊ എത്ര മണിയായി? 11:30. 11:30. ഇന്നിവിടെ രക്ഷാകർത്താക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. താൻ വന്ന സ്ഥിതിക്ക് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതി. എന്താ പക്ഷേ ആ 6th ബില്ലിക്ക് കയറിയിരുന്നോളൂ. എനിക്ക് ക്ലാസ്സിനൊന്നും അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ എനിക്ക് കൊണ്ടുപോകണം. ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ. ഇത് കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ 6th ബില്ലിക്ക് കയറിയിരിക്കും. അങ്ങോട്ട് പോ. അതല്ല ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞല്ലോ. അങ്ങോട്ട് പോ. അവിടെ ആ ബുക്ക് എനിക്കുണ്ട്. സൈൻ ചെയ്തിട്ട് കാരണം കേട്ടോ. നേരത്തെ പോവല്ലേ? സൈൻ ചെയ്തിട്ട് കാരണം. പക്ഷേ എന്താ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത്. അതെ, ചില ആളുകളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കണം, എന്നാലേ ഒരു ക്ലാസ്സിലേക്ക് ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇറങ്ങി പോയാലോ? അത് അവര് ഇങ്ങോട്ടും സംസാരിക്കാണ്ട് നോക്കണോ? അതൊന്നും പറയണ്ട. ആ, അതാ ഒരാളും കൂടെ വരുന്നുണ്ടല്ലോ മാഷ്. ഇത്ര നല്ല അമ്മമാരൊക്കെ ഉണ്ടോ ഈ സ്കൂളിൽ? ഉണ്ടാവും. വരൂ. ഏത് കുട്ടിയുടെ? മണ്ടോദരി. മണ്ടോദരി പുറത്ത് ഏത് കുട്ടിയാണ് ഇത് ഇവിടെ? സാറേ, ഞാൻ മണ്ടോദരി. നിങ്ങളാ മണ്ടോദരി ഇല്ലേ? അതെ, ഞാൻ ഷേർഷാ സെൻട്രൽ സ്കൂളിലെ മാത്സ് ടീച്ചറാണ്. ശീർഷാസനം? ഷേർഷാ സെൻട്രൽ സ്കൂളിലെ മാത്സ് ടീച്ചറാണ്. അത് ശരി. മാത്സിന്റെ ടീച്ചർമാരൊക്കെ ഇപ്പൊ ഈ ക്ലാസ്സിൽ വന്നു തുടങ്ങിയോ? അത് നന്നായി. കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കണത്? എന്റെ കുട്ടി ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാനോ? ഞാൻ പറഞ്ഞില്ലേ ഈ അമ്മ ഇവിടുത്തല്ല. അതെ സാറേ, എന്റെ ചേട്ടന്റെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്. ചേട്ടനാണ് ചെന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്നെ പറഞ്ഞിങ്ങടെ ഏൽപ്പിച്ചതാ. എനിക്കും പോയിട്ട് കുറച്ച് തിരക്കുണ്ടേ. ടീച്ചറെ പോലുള്ള ആളുകൾ പോവരുത്. ഇതൊരു സഹായഹസ്തം പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ മതി. സാറേ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേക്ക്. പറയൂ. എന്താ? അതെ, ഇവിടുത്തെ യൂറിൻ ഷെഡ് തീരെ വൃത്തിയല്ല. അത് ഇങ്ങോട്ട് പറയൂ. അതാ ആരപ്പ അത് പറഞ്ഞ്? കുട്ടി വീട്ടിൽ വന്ന് പറഞ്ഞു. ഈ കുട്ടികളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി? ഒരു മഴ പെയ്താ അത് അങ്ങ് ചോർന്നൊലിക്കും. ഇല്ല, അതൊക്കെ ഈ നമ്മള് PTA പ്രസിഡന്റിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരതെന്തായാലും അത് ചെയ്യും, ശരിയാക്കും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണ്? ഈ ഓണപരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായല്ലോ? ഓണവും കഴിഞ്ഞു. കുട്ടിക്ക് ഒരു ആൻസർ ഷീറ്റ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ അവനെ കാണുമ്പോ ചോദിക്കും, മാത്സിന്റെ ആൻസർ ഷീറ്റ് എവിടെയെന്ന്. ഞാനാണ് പറഞ്ഞു കൊടുക്കാറ് എല്ലാമേ. അപ്പൊ അവൻ പറഞ്ഞു അതും കിട്ടിയിട്ടില്ല. അല്ല, അത് ഈ മാത്സിന്റെ ഇത് കിട്ടി. അപ്പൊ മാത്സിന്റെ മാഷ് നിങ്ങളല്ലേ? മാഷ് ഞാനാണ്. അപ്പൊ മാഷ് കൊടുത്തിട്ടില്ല ഇതുവരെ? ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്താ പിന്നെ കുട്ടി കാണിക്കില്ലേ? അത് മാർക്ക് കുറഞ്ഞ കുട്ടികൾ മാഷെ ആ കടലാസാണ്ട് ജീനിട്ട് ചുരുട്ടിട്ട് വേറെ എവിടെയെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇടും. എന്റെ മാഷേ, ആ കുട്ടി നന്നായിട്ട് പഠിക്കണ കുട്ടിയാണ്. പഠിക്കും, ഇവിടുന്നല്ലേ പഠിക്കണേ. അതുകൊണ്ടല്ല, കുട്ടി ട്യൂഷന് വരുന്നത് എന്റെ അടുത്താണല്ലോ. ഞങ്ങള് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ വല്ല 1-2 മാർക്ക് കുറഞ്ഞെങ്കിലേ ഉള്ളൂ. ബാക്കിയൊക്കെ അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് ആ ക്ലാസ്സിലൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ ടീച്ചർ ഇങ്ങോട്ട് വരും. അല്ല ഒന്നേ എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. പരാതി പറയാൻ മാത്രമായിട്ട് വരരുതല്ലോ. അങ്ങനെ പെട്ടെന്ന് തുടങ്ങും. വേഗം അപ്പൊ തുടങ്ങും. അല്ല അതിലേക്ക് പക്ഷേ ഇനി നമുക്കേ ഉള്ള ആളുകളെ വെച്ച് തുടങ്ങാം. അതാ നല്ലത്. ആ ലിസ്റ്റില് ഒരാൾ കൂടി വരണ്ടല്ലോ. എന്താ പേര്? നിങ്ങളാണോ സ്കൂളിലെ മാഷ്? എന്താ പേര് നിങ്ങളെ? ശാന്തൻ. ശാന്തൻ. കണ്ടിട്ട് വലിയ ശാന്തത ഒന്നും തോന്നുന്നില്ല. എന്റെ പേരക്കുട്ടിയുടെ ഈ വിളിക്കുന്ന മൊബൈലില്ലേ, അത് ഇവിടത്തെ ഒരു മാഷ് മേടിച്ചു വെച്ചു. ഇത്ര ടീച്ചർ വാങ്ങി വെച്ചാ മൊബൈൽ മാഷിന്റെ കയ്യിലുണ്ടെങ്കിൽ അതാണ്ട് കൊടുത്തോളൂ. അതോ അത് വീട്ടിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തോ? ഞാൻ മോഷ്ടിച്ച മാതിരിയാണല്ലോ മാസ് പറയണത്. അല്ല അങ്ങനെയല്ല, ടീച്ചർ മറ്റേ ഫോൺ പിടിച്ചിട്ട് അവിടെ കൊണ്ടുതന്നില്ലേ. എന്റെ ഉണ്ണി ക്ലാസ്സിൽ നിന്ന് എന്തോ തോണ്ടിന്നോ എന്താ അതിൽ കുത്തിന്നൊക്കെ പറഞ്ഞ അത്ര മേടിച്ചു വെച്ചത്. അത് ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഈ മൊബൈലിൽ കളിക്കാനൊന്നും കുട്ടികളെ അങ്ങനെ അനുവദിക്കില്ല. അപ്പൊ ടീച്ചർമാർക്ക് എന്തോ ആവാ. ടീച്ചർ ഫുള്ള് ക്ലാസ്സിൽ ഇരുന്നത് കുത്തിക്കൊണ്ടിരിക്കാന്നാണല്ലോ ഉണ്ണി വീട്ടിൽ വന്നപ്പോ പറഞ്ഞത്. എന്താണ് ഈ കുട്ടികൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി ഇവിടുത്തെ ടീച്ചർമാരൊന്നും അങ്ങനെ ചെയ്യലൊന്നുമില്ല. കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തു വിടാൻ പാടില്ല എന്ന് രക്ഷാകർത്താക്കൾക്കൊക്കെ അറിയിപ്പ് കൊടുത്താണല്ലോ. പിന്നെ എന്തിനാ കുട്ടികൾക്ക് ഈ ഫോൺ കൊടുത്തയക്കണേ നിങ്ങള്? അതിപ്പോ
എന്തിലാവട്ടെ ഇനി പഴമ കിടന്ന് തർക്കിക്കണ്ട. നിങ്ങളിപ്പോ ഈ ക്ലാസ്സിന് ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിന് പങ്കെടുക്കണം. ക്ലാസ് നടന്നോട്ടെ. അത് പറ്റില്ല, നിങ്ങൾ പങ്കെടുക്കണം. അതായത് രക്ഷാകർത്താക്കൾക്കുള്ള ഒരു ക്ലാസ് ആണ് ഗണിത ശാക്തീകരണം. അതിൽ നമ്മൾ പങ്കെടുക്കണ്ട. എന്റെ ഉണ്ണിക്ക് നല്ല മാർക്കാ കണക്കിലേ, 100 കണക്കിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും. അധ്യാപകന്റെ കൂടി ഗുണ. അത് മാഷ് പറഞ്ഞത് വളരെ ശരിയാട്ടാ. ഞാൻ 2 മാഷന്മാരുടെ അടുത്ത ഉണ്ണിക്ക് ട്യൂഷൻ ഏർപ്പാടാക്കിണ്ടേ. അസല് മാഷ നന്നായിട്ട് പഠിപ്പിക്കും. നിങ്ങളെ വലിയൊന്നുമല്ല. എന്നാലും ക്ലാസ്സിലൊന്ന് പങ്കെടുത്തിട്ട് പോവാ. ഉച്ചക്ക് ഭക്ഷണം ഉണ്ടോ? ഭക്ഷണമൊന്നുമില്ല, അതിനൊന്നുള്ള ഫണ്ട് ഇവിടെ വരും. നല്ല ഫണ്ടൊന്നുമില്ല. ഇവിടെ ഒരു ഒപ്പിട്ടോളൂ. ഇവിടെയാ? ആ മാസേ ആ സ്കൂളില് പട്ടിക്കൂടുണ്ടോ? പട്ടിന്റെ കൂടുണ്ടോ? പട്ടിയുടെ കൂടൊന്നുമില്ല ഇവിടെ. പട്ടി വളർത്തലല്ല, പട്ടി വളർത്തുക കുട്ടി എന്നല്ലല്ലോ. വളർത്തലാണ്. കുട്ടികളുടെ അവരുടെ ആ വിദ്യാഭ്യാസം വളർത്തിയെടുക്കലാണ് ഒരു പള്ളിക്കൂടത്തിന്റെ ഉദ്ദേശം. ഇനിയിപ്പോ എന്താ ഇവിടെ പട്ടിയെ കൂടി വളർത്തണമെന്നാ പറയണേ? അല്ല, കുട്ടിയെ ക്ലാസ്സിലാണോ കൂട്ടിലാണോ എവിടെ ഇരുത്താ? എന്താ ഈ വരഞ്ഞൂര് ഇങ്ങനെ പുച്ഛിച്ച് തള്ളണെന്നാ മനസ്സിലാവാത്ത നമ്മുടെ സ്കൂളിനെ. സ്കൂളിന്റെ ഗുണം സാറേ മൈക്കെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. അല്ല പോവല്ലേ, ഇവിടെ ക്ലാസ് ഉണ്ട്, അതിന് ഇരുന്നിട്ട് പോവാ. സാറേ 3-4 തുടർ മൈക്കിന്റെ പണിയുണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞ പറ്റില്ല. ക്ലാസ്സിൽ ഇരുന്നിട്ട് പോണം. പിന്നെ മൈക്കട്ടൻ സാറ് പോവോ? കുട്ടി പഠിക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ എന്റെ കുട്ടിക്ക് ആവശ്യത്തിനുള്ള പഠിപ്പൊക്കെ മതി. മാഷേ ഉള്ളവരെ വെച്ച് ക്ലാസ് തുടങ്ങാം, നിങ്ങൾ പോയിക്കോ. അല്ല വേണ്ട, അത് പോട്ടെ. ഇവിടെ എല്ലാവരോടും ഇങ്ങനെ ചൂടായിട്ട് എന്താ കാര്യവും? അവര് പോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഉള്ളവരെ വെച്ച് തുടങ്ങാം. അതല്ലേ. പ്രിയമുള്ള രക്ഷാകർത്താക്കളെ, നിങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഗണിത ശാക്തീകരണ ഏകദിന ക്യാമ്പിലേക്ക് എല്ലാ രക്ഷിതാക്കൾക്കും സ്വാഗതം. നമ്മുടെ ഈ ക്യാമ്പിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിന്റെ എല്ലാമായ കോയ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, നമ്മുടെ ഈ സ്കൂളിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാവർക്കും അറിയാം മാഷെ. കണക്കിനെ പറ്റി പറഞ്ഞാൽ മതി. അപ്പോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഈ NCC-ക്കാര്, NCC അല്ല, NCF, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ഈ പറഞ്ഞ പ്രകാരം ഇനി നമ്മുടെ കുട്ടികള് ഗുണന പട്ടിക കാണാപ്പാഠം പഠിക്കാതിരിക്കാനും ലാസാവ് കാണാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇനി രക്ഷാകർത്താക്കൾ ചെയ്തു കൊടുക്കും. അതിനുള്ളൊരു സൂത്രപ്പണിയാണ് ഇനിയിപ്പോൾ ഇവിടെ പഠിപ്പിക്കണത്. അതുകൊണ്ട് ഈ സത്യശീലം മാസ് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്ന് ഈ പരിപാടി വിജയിപ്പിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട്. സാറേ, അല്ല കുട്ടികൾ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് എന്തോ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. വരും ഒരാളും കൂടി വന്ന്. അതെ, ഇവിടെ സംസാരം പിന്നാവപ്പോ ക്ലാസ് തുടങ്ങുകയായി. ഇനി അത് ശ്രദ്ധിച്ച് കേട്ടോളെ. ഞാൻ എപ്പോഴും സംസാരിച്ചിട്ടാണ് കുട്ടികളൊക്കെ ഇജാതിയായത്. മാസ് പറഞ്ഞു. സത്യത്തിൽ രക്ഷാകർത്താക്കളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. തന്നെ നമ്മുടെ കുട്ടികളും പറയുന്നു മാഷെ കാണുമ്പോ ഭയങ്കര വിഷമാണ്. എന്റെ മൊബൈൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ മൊബൈൽ ഇവിടെ ക്ലാസ് കഴിയട്ടെ, ക്ലാസ് കഴിഞ്ഞാലേ മൊബൈൽ തരാം, അങ്ങനല്ലേ പറഞ്ഞു മാഷെ? അല്ല, ഇവിടെ മൊബൈലും കൊടുക്കണ്ടോ? അത് അയാളുടെ പഴയതാണ് ചേട്ടാ, ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഇവിടെ ഈ ക്ലാസ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതെ, അത് കേൾക്കുക ആദ്യം. 500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത്, അല്ലേ? ഇവിടെ ആകെ വന്ന രക്ഷാകർത്താക്കളായിട്ട് വന്നിട്ടുള്ളത് 5 പേര്. 500-ൽ 5 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? സിമ്പിളല്ലേ? എത്ര ശതമാനം മാഷേ? 500 അതൊന്ന് പറഞ്ഞു കൊടുക്കും മാഷേ. അത് സിമ്പിള്. അരക്കാല് അതിപ്പോഴൊന്നും അറിയില്ല, സാറിനെ കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി. അതായത് സിമ്പിളാണ്. 500-ൽ 5%, 505. സാറേ, ഞാൻ കാൽക്കുലേറ്റർ നോക്കി പെട്ടെന്ന് പറഞ്ഞുതരാം. കാൽക്കുലേറ്ററിലെ കണക്ക് വേണ്ട. ഹലോ, തക്കാളി 500 അതാ കടയില് കൊടുത്താ മതി. അത് പിന്നെ ഈ 500 7 പെട്ടിയിലാക്കണം. 1-ല് 120, പിന്നെ 1-ല് 80, അപ്പൊ 200 പിന്നെ 5 എണ്ണത്തില് 60 വെച്ചിട്ടേ 5 എണ്ണം, അപ്പൊ 300. ഇത് കഴിഞ്ഞിട്ട് തരാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാം. അളിയനാ മാഷേ, ഏത് വണ്ടി? അത് 5 മണിയൊക്കെ കഴിഞ്ഞ് കിടക്കാനല്ല. ഒരു പണി ചെയ്യും, ഒരു 1500 രൂപ കുറച്ചൊന്ന് ചോദിച്ചു നോക്ക്. അത് പിടിച്ചോ, വിടണ്ടാട്ടാ. ഹലോ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടോ? നിങ്ങള് കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞോ? മാഷന്റെ മൊബൈല്
ഇത് ഓഫ് ചെയ്ത് വെക്കണം നിങ്ങൾ. അത് പറ്റുമോ നിങ്ങൾക്ക്? അറിയില്ലല്ലോ മാഷെ, ഞാൻ ഇപ്പോഴല്ലേ ക്ലാസ്സിൽ പക്ഷെ ആ മൊബൈലാണ് കൊടുക്കും മാഷേ. ക്ലാസ്സിന്ന് തീരണം. ഇത് തീർന്നിട്ട് ഞങ്ങൾക്കൊക്കെ വീടുണ്ട്, ഞങ്ങൾക്കൊക്കെ പോകണ്ടേ? സാറേ ഓഫ് ചെയ്ത് വെക്ക്. സാറേ ഭാര്യ ഹോസ്പിറ്റലിലാണ്, എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം. കഴിഞ്ഞു കുറെ നേരമായി. ഇതിന്റെ ഇടയിൽ നിങ്ങൾ 100 പ്രാവശ്യം ഫോണും വിളിച്ചത് എങ്ങനെയാണ് പറഞ്ഞു തീർക്കുക? ഇല്ല മാഷെ, അപ്പൊ ശരിയാക്കാം. ഉച്ചയ്ക്ക് സാമ്പാർ കൊടുത്തിട്ടില്ല, അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. അതൊക്കെ സംസാരിക്കാം. ഇത് ക്ലാസ് കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് പോവാലോ. ഞാനൊന്ന് വേഗം എടുത്ത് തീർക്ക്. നിങ്ങൾ ശതമാനം കാണാൻ പറഞ്ഞപ്പോ അതിൽ ശ്രദ്ധിക്കാതെ മൊബൈലിൽ വിളിച്ചും സംസാരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും സമയം കളഞ്ഞു, അലസമായിട്ടിരുന്നു. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണില്ല കുട്ടികൾ, അതാണ്. അപ്പോ ശ്രദ്ധിക്കും. ഇനിയാണ് നിങ്ങൾ കണക്കിന്റെ യഥാർത്ഥ രസം എന്താണ് എന്ന് അറിയാൻ പോകുന്നത്. സാറേ ഒരു സംശയം. സംശയങ്ങൾ ചോദിക്കൂ. സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് കുട്ടി ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ആർക്ക് മനസ്സിലാവുന്നത്? അധ്യാപകന് മനസ്സിലാകുന്നത്. ചോദിക്കൂ. അല്ല, ഈ ഉച്ചക്കഞ്ഞിക്ക് രസം വെക്കുന്നുണ്ടെങ്കിലേ തക്കാളി എന്റെ കടയിൽ നിന്ന് മേടിക്കണമെന്ന് പറയായിരുന്നു. 10% വില കുറച്ചു തരാം. ഞാൻ ചന്തയിൽ നിന്ന് നേരിട്ട് എടുക്കണതാണേ. നല്ല തക്കാളിയാ മാഷേ. കാർന്നരൊക്കെ അവിടുന്ന് മേടിക്കാറ്. നിങ്ങൾ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിന്റെ കണക്ക് നമുക്ക് മാഷോട് പറയാം. ഇപ്പോഴല്ല, അത് ക്ലാസ് കഴിഞ്ഞിട്ട് പറയുമ്പോഴൊക്കെ ചാടി പുറപ്പെട്ട് പോവാണ്. എന്തൊക്കെ ആൾക്കാരാ. ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം താൻ കണ്ടുപിടിക്കണം. ഒന്ന് പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരവല്ലല്ലോ. ഏതാ? 505 അല്ലല്ലോ. 505 ഒന്നുമല്ല. ഉത്തരം കണ്ടുപിടിക്കേ. ക്ലാസ് കഴിഞ്ഞിട്ട് അത്യാവശ്യം പോവാൻ പാടില്ല. പഠിക്കണം. അല്ല, പോയിട്ട് വരാം. ഹലോ, സുനിക്കുട്ടനാണോടാ? നിന്റെ അമ്മയുടെ കോഡ്. ഹലോ, നിങ്ങൾ പണ്ടേ പാരയാണെന്നറിയാം. നിങ്ങൾ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടേ? ഇവിടെ വന്ന് പരാതി പറയാനല്ലേ? ഇവിടെ വന്നപ്പോൾ ഒരു സാറിന് ശതമാനക്കണക്ക് അറിയണമെന്ന്. എനിക്ക് അതല്ലേ പണി. അയലത്തിരുന്നുകൊണ്ട് ഇമ്മാതിരി നാരിയ പണി കാണിക്കരുത് കേട്ടാ, പന്ന കിളവി. നിങ്ങൾ എന്തിനു പോയതാ? ഫോൺ ചെയ്യാനോ? ഹലോ. അതെ, ഞാൻ ഇവിടെ ആകെ കുടുങ്ങിയിരിക്കുക. ഇല്ല, ഇനിയിപ്പൊ ഒന്നും വരാൻ പറ്റും തോന്നണില്ല. നിങ്ങളെ കുട്ടി ആ ഫോണൊന്ന് ഓഫ് ചെയ്ത്. സാർ, ഒരു മിനിറ്റ്. ഒരു ഓട്ടോ എങ്കിലും ഒന്ന് ഇങ്ങോട്ട് വിടാൻ പറ്റുമോ? വെച്ചോളൂ. അതെ, ഇവിടെ സമ്മതിക്കുള്ളത് സംസാരിക്കാൻ. ശരി. ഈ ക്ലാസ് കഴിയട്ടെ. ക്ലാസ് കഴിയുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. സാറേ, എനിക്കൊന്നും പോണം. ക്ലാസ് ഇതപ്പോ കഴിയും. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കൂ. ഇതെന്താണ്? ഇതെന്റെ മോന് കണക്കിന് കിട്ടിയ മാർക്കാണ്, മുട്ട. ഇത് ഞാനിവിടെ വട്ടം വരയ്ക്കുന്നു. ഇത് വേറൊരു വട്ടം, വേറൊരു വട്ടം. ഈ എല്ലാവരും പേപ്പർ എടുക്കും. എന്റെ പേപ്പർ ഇവിടെ വെച്ചിരുന്ന ആരും എടുത്താണ്. എല്ലാവരും അവരവരുടെ പേപ്പർ കിട്ടിയോ? പേപ്പറിൽ ഈ ചിത്രം വരയ്ക്കണം. പടം വരച്ചോളൂ. ഒന്ന് പെട്ടെന്ന് പറയാം സാർ. പെട്ടെന്ന് പറയാം. പടം വരയ്ക്കാൻ. ഈ പടം വരയ്ക്കണം. അതേമാതിരി വരയ്ക്കാൻ പറയണു. 6 മുട്ട നടുക്ക് വരാം. അതെ മാഷേ, ഒരു പേപ്പർ. ഇതെന്താ? ഇത് കടല കച്ചവടം. നിങ്ങൾക്ക് പേപ്പർ വേണമല്ലേ? എന്നാ പേപ്പർ. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞു മാഷെ, ഒന്ന് പെട്ടെന്ന് ആവട്ടെ മാഷെ, കുറെ നേരമായി മാഷെ. എനിക്ക് പോണ ഭാര്യ ഹോസ്പിറ്റലാണ്. പെട്ടെന്ന്. ഈ ചിത്രം നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ 1 മുതൽ 6 വരെയുള്ള അക്കങ്ങൾ ഈ കളങ്ങളിൽ എഴുതണം. അല്ല, അക്ക എഴുതിയിട്ട് കളം വരച്ചാൽ പോരെ? അക്ക എഴുതിയിട്ട് കളം വരച്ചാൽ പോരാ. എടുത്തുചാട്ട കണക്കിൽ പറ്റില്ല. അക്കങ്ങൾ എഴുതുമ്പോ ഇങ്ങനെ കൂട്ടിയാൽ 10 കിട്ടണം, ഇങ്ങനെ കൂട്ടിയാലും 10 കിട്ടണം, ഇങ്ങനെ കൂട്ടിയാലും 10 കിട്ടണം. ചെയ്യൂ. അല്ലേ, ഇങ്ങനെ 6 പൂജ്യം വരച്ച് നമ്മളെ കാണിക്കണേനെ ഇയാൾക്ക് സർക്കാരിന് എത്ര പൈസ കിട്ടും? ഒരുപാട് പൈസ കിട്ടുന്നുണ്ടാവും. ഈ സർക്കാരിന്റെ കാശ് ഇങ്ങനെയാട്ടോ പോണു. എന്താ അവിടെ? എന്താ? അല്ല, ഞാൻ ഈ ഇത് ഏതൊക്കെ വരികയെന്ന് കണക്ക് കൂട്ടാൻ പറഞ്ഞ കണക്ക് കൂട്ടട്ടെ. 6 സാർ, ഈ കണക്കൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്താ? നിങ്ങളൊരു കണക്ക് അധ്യാപികയല്ലേ? അതെ,
പക്ഷെ ഞങ്ങള് സെൻട്രൽ സ്കൂളിലെ ടീച്ചേഴ്സ് ഒന്നും ഇങ്ങനെ കണക്ക് ചെയ്ത് കാണിക്കാറൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കൊടുത്തു വിടും, അവരത് പാരന്റ്സിനെ കൊണ്ട് കാണിക്കും. പാരന്റ്സ് അത് ഏതെങ്കിലും ട്യൂഷൻ സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂഷൻ സാറന്മാരെ കൊണ്ടോ അതിന്റെ ആൻസേഴ്സ് തിരിച്ചു കൊടുത്തു വിടും. എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ടീച്ചറുടെ സ്കൂളിന്റെ പേരേതാ പറയാ? ഷേർഷാ സെൻട്രൽ സ്കൂൾ. ഓ, നിങ്ങളുടെ സ്കൂളിൽ നിന്നല്ലേ പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മഹാകാവ്യം ഏതാണെന്നൊരു ചോദ്യം കുട്ടിയെടുത്ത് കൊടുത്തു വിട്ടത്? ആവിരാതുകൊണ്ട് രക്ഷിതാക്കളെടുത്ത് ചെന്ന് രക്ഷിതാക്കള് മലയാളം അധ്യാപകരായിട്ടുള്ള ആളുകളെടുത്ത് മുഴുവൻ പോയി ദാ ഈ സ്കൂളിലും വന്നു. ഇതല്ലേ നിങ്ങളുടെ സ്കൂള്? സാറേ ഞാൻ പോവാ, ഇനി ഇരുന്നാ ശരിയാവില്ല. എന്നാ ടീച്ചർ പോയിക്കോളൂ. പഠിക്കാനുള്ള മൂടങ്ങാട് പോയി. നിങ്ങൾ ചെയ്തു കേട്ടോ. കണ്ടുപിടിച്ച് ഉത്തരം കിട്ടിയാ പറയാം. വെറുതെ ഇരിക്കാൻ പാടില്ല സാറേ. ഈ ഒരു വരിയിൽ കൂട്ടി വെക്കുമ്പോ 12 കിട്ടുന്നുണ്ട്, എന്താ? 12 കിട്ടാൻ പാടില്ല അതന്നെ സാറേ. ഈ താഴത്തെ വരിയിൽ 10 കിട്ടിയിട്ടുണ്ട്. ശരി. ഈ മോളിലേക്കുള്ള വരി കൂട്ടിയിട്ടേ 9 കിട്ടണുള്ളൂ. അപ്പൊ ഒരു വട്ടവും കൂടി ഇട്ടിട്ട് ഒന്ന് ചേർത്തോട്ടെ. അങ്ങനെ ചേർക്കാൻ പാടില്ല. ആണോ? എന്റെ വട്ടത്തിൽ എത്ര കിട്ടി? വട്ടാക്കല്ല പാപ്പ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ കണക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് വേറൊരു കണക്ക് പറയാം. അതായത് ബിനുവിന്റെ കയ്യിൽ 3/4 കിലോഗ്രാം വീതമുള്ള 160 ഉറുമ്പ് പൊടി പാക്കറ്റുകളുണ്ട്. വിൽക്കാൻ വേണ്ടിട്ടാ സാറേ. കണക്ക് പറയട്ടെ. ഈ പാക്കറ്റുകൾ 1/2 കിലോഗ്രാം വീതമുള്ള പാക്കറ്റുകളാക്കി കഴിഞ്ഞാൽ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? അല്ല സാറേ, ഈ ഏത് കടയിൽ 3/4 കിലോ ആരും മേടിച്ചു കഴിഞ്ഞാൽ 3/4 കിലോ ഉണ്ടാവണേ? 1/2 കിലോയെ കാണുള്ളൂ. അല്ല, ഈ 3/4 കിലോന്റെ പാക്കറ്റ് ഉണ്ടാവോ? 1/2 കിലോ. കണക്കിൽ ശ്രദ്ധിക്കൂ. 2 കിലോ, 3 കിലോ, 4 കിലോ. നമുക്കൊരു കാര്യം, ഈ കണക്ക് നമുക്ക് വിടാം. വിട്ടു. ഈ കണക്ക് ഇനി നിങ്ങൾ വീട്ടിൽ ചെന്ന് വീട്ടിൽ വെച്ച് ചെയ്താൽ മതി. പക്ഷേ ആ വട്ടത്തിലുള്ള കണക്കിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. അപ്പോ ഉത്തരം ശ്രദ്ധിച്ചോളൂ. 1, 6, 3, 2, 5, 4 എങ്ങനെ കൂട്ടിയാലും 10 കിട്ടും. 3ഉം 2ഉം 5, 5ഉം 10, 5ഉം 4ഉം 9ഉം 1ഉം 10, 1ഉം 6ഉം 7ഉം 3ഉം 10. ഇതാണ് കണക്കിലെ കളി, ഇതാണ് കണക്കിലെ രസം. മാഷ് കൊള്ളാട്ടാ. എങ്ങനെയുണ്ട്? കിട്ടിയ ശരി. ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഇനി മുതൽ എല്ലാ PTA കൂടുമ്പോഴും ഓരോ വിഷയത്തെക്കുറിച്ചും എല്ലാ രക്ഷാകർത്താക്കൾക്കും പ്രത്യേകം ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. സമയം പോയിട്ട് അതെങ്ങനെ സാറേ? അത് ഇങ്ങനെ തീരുമാനിക്കാം. അത് PTA തീരുമാനിക്കണം. അത് എങ്ങനെ തോന്നുന്ന പോലെ പറയാൻ പറ്റും. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. ഇന്ന് ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് ഇവര് ദേഷ്യപ്പെടും. അത് പേടിച്ചിരുന്ന് കച്ചവടം കൂടി കളഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്ക് തോന്നുമ്പോ അങ്ങോട്ട് തോന്നിയ പോലെ കാണിക്കാം. അല്ല സൂചേട്ടാ, ഒരു 150 പാക്കറ്റ് ഉറുമ്പോടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ചേട്ടന്റെ കടയിൽ വിൽക്കാൻ പാടില്ലേ? മാഷ് എന്ത് പണിയാണ് കാണിച്ചത്? എന്തിനാ എല്ലാ PTA-ക്കും രക്ഷിതാക്കൾക്ക് വേറെ വേറെ വിഷയത്തിൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തയച്ചത്? ഇവിടെ ഒരു PTA വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂത്രപ്പുര ചോരുണ്ട്, ഇവിടെ മറ്റേ സാമ്പാറിൽ ഉപ്പില്ല, ഇവിടെ മാസുമാര് സമയത്തിന് വരണ്ട ജാതി ബഹളല്ല ഇവിടെ. അപ്പൊ മനഃപൂർവ്വം കൊടുത്തന്നെ PTA വെച്ചിട്ട് അതിന്റെ കൂടെ ക്ലാസ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹംക്കിങ്ങളൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. എന്നാ പിന്നെ ഈ ജാതി അടങ്ങറ് നമുക്കില്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഒന്നാമത്തെ നിങ്ങൾക്ക് കണക്കും ശരിക്കും അറിയില്ല, ഒരു സാമാന്യ ബോധമില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ പിരിച്ചുവിടാം. അതന്നെയാണ് നല്ലത്. ഒരു PTA വെച്ചേക്കണത്. അപ്പോ നമ്മുടെ ക്ലാസ് ഇന്നത്തെ അവസാനിച്ചിരിക്കുന്നു കേട്ടോ. ഇനി നന്ദി പറയണം. അപ്പൊ അതിന് മുമ്പായിട്ട് പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം, ക്ലാസ്സിലെ അനുഭവം നിങ്ങളൊന്ന് പറയണം. അപ്പോ ഒരാള് വന്നോളൂ. പോലെ എന്റെ കൂടെ കൂട്ടി പറഞ്ഞോട്ടാ. ബഹുമാനപ്പെട്ട സത്യശീലൻ മാഷ്, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഞാൻ എൻ്റെ കുട്ടികളെ കണക്കിൽ മാർക്ക് കുറഞ്ഞിട്ടും തോറ്റിട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് ശകാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ വിദ്യാലയത്തിൽ എന്താണ് പഠിപ്പിക്കണമെന്ന് നമ്മളൊക്കെ ഇപ്പോൾ കണ്ടതാണ്. വട്ടത്തിനുള്ളിൽ 2ഉം 3ഉം എഴുതി കളിക്കാനും ഉറുമ്പ് പൊടിയുടെ അളവിന്റെ എണ്ണം കുറയ്ക്കാനുമാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ എന്തിനാ നമ്മുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കണത്? എന്തായാലും ഇവിടെ ഇതൊക്കെയാണ് പഠിപ്പിക്കണതെന്ന് നമ്മളെ വിളിച്ചു വരുത്തി പഠിപ്പിച്ച സത്യശീലൻ സാറിനും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു.
എന്റെ സത്യശീലൻ സാറേ, ഇതൊക്കെ ഇവിടെ നടക്കണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് നന്ദി. ഉറുമ്പുപൊടി ഉണ്ടോ? കൊണ്ടുപോയി വിൽക്കാനാ കടയില്. ഒരു ഗ്ലാസ്. ന്യായം മായം